ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കോവയ്ക്ക ഉണ്ടാക്കിയല്ലോ. കോവയ്ക്ക കൊണ്ടൊരു തോരൻ എളുപ്പ വഴിയിൽ. പിള്ളേർ പറഞ്ഞില്ലേ പിള്ളേർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് എന്താന്ന്. അപ്പം ഇന്ന് നമുക്ക് കോവയ്ക്ക കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാം. അപ്പം ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന പണി എന്താണെന്നറിയാമോ? ഇത് ഉപ്പും മുളകും പിന്നെ തിരുമ്മി അങ്ങ് വയ്ക്കാം. ഒരു 10 മിനിറ്റ് തിരുമ്മി വെച്ചേക്കാം കേട്ടോ. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് ഒന്ന് തിരുമ്മി വെച്ചാലോ. വാ, നമുക്കൊന്ന് തിരുമ്മി വെച്ചിട്ട് വരാം. ഈ തേങ്ങയിലേക്ക് ഉണ്ടല്ലോ, തേങ്ങ ഉണ്ടാവും. ഈ തേങ്ങയിലേക്ക് നമ്മൾ 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണം. 1 സ്പൂൺ ഇടണം കേട്ടോ. ഇത് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കോവയ്ക്ക തോരൻ ഉണ്ടാക്കാം. കോവയ്ക്ക ഉണ്ടല്ലോ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കണം. കണ്ട, നീളത്തില്. കോവയ്ക്ക നീളത്തിൽ അരിഞ്ഞെടുത്തേക്കണുണ്ടോ? നീളത്തിൽ അരിഞ്ഞെടുത്തോണ്ട് വരണം. നീളത്തിലാണ് ഇരിക്കണേ, എല്ലാം നീളത്തിലാണ് ഇരിക്കണേ. അപ്പോൾ എല്ലാം ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തോ കേട്ടോ, ഒത്തിരി ഒന്നും ഇടണ്ട. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. കൂടുതൽ വേണ്ട, വേറെ ഒന്നുമില്ല. ഇതങ്ങ് തിരുമ്മി വെച്ചേക്കാം. ഒരു 10 മിനിറ്റ് അങ്ങ് തിരുമ്മി വെക്കണം. 10-20 മിനിറ്റ് നിങ്ങളുടെ സൗകര്യം പോലെ. നിങ്ങൾക്ക് പിള്ളേർക്ക് സ്കൂളിൽ പോകാനൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കണമെങ്കിൽ അപ്പം തന്നെ എടുത്ത് ശരിയാക്കാം. അല്ലെങ്കിൽ ഇച്ചിരി നേരം വെക്കുവാണെങ്കിൽ നല്ലതാട്ടോ. ഇച്ചിരി നേരം ആ ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 10 മിനിറ്റ് നേരം വെക്കുന്നത്. അപ്പം ഞാനൊരു 10 മിനിറ്റ് നേരം വെച്ചിട്ടുണ്ട്. അപ്പം ഇച്ചിരി നേരം അവിടെ ഇരിക്കട്ടെ. ആ 10 മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ ചിരട്ടിയിട്ട് വരാം. എന്നിട്ട് നമുക്ക് ബാക്കി പണി ചെയ്യാം കേട്ടോ. ആ 10 മിനിറ്റ് കൊണ്ട് ഈ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തേങ്ങ ചിരട്ടിയിട്ട് വരാം. ഓക്കെ, കണ്ട, വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കോവയ്ക്ക ഇട്ട് കൊടുക്കാം. കോവയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് ക്രഷ് ചെയ്ത തേങ്ങയും കൂടി ഇട്ടെടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട, നമ്മൾ ക്രഷ് ചെയ്ത തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അവിടെ ഇരുന്ന് അതൊന്ന് ഫ്രൈ ആയി വരട്ടെ കേട്ടോ. ഫ്രൈ ആയി വരുമ്പോൾ തീ ഓഫ് ചെയ്യാം. ഇത്ര ഉള്ളു പണി. നല്ല അടിപൊളിയായിരിക്കും. എല്ലാവരും ചെയ്തു നോക്കണം. എളുപ്പത്തിൽ വേഗം ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കും പെയിൻ ഗസ്റ്റായിട്ട് താമസിക്കണ അവർക്ക് ഫുഡ് തനിയെ ഉണ്ടാക്കുന്ന കുട്ടികൾക്കും പെട്ടെന്നൊരു തോരൻ റെഡിയാക്കണത് ഇങ്ങനെയാണ്. ഓക്കെ, തോരൻ റെഡി ആയിട്ടോ. തോരൻ കണ്ട, അടിപൊളിയല്ലേ? പിന്നെ ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോട്ടോ.